യൂസഫക്കയുടെ ഒരു ത്രോയും ഒരു എനർജിയും പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. ഒപ്പം പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ഒരു ഗംഭീര പെർഫോമറാണ്. സ്ക്രിപ്റ്റ് എഴുതും, ഇഷ്ടംപോലെ കോമഡി പരിപാടികൾക്ക് എഴുതിയിട്ടുണ്ട്, കോമഡി പെർഫോം ചെയ്തിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹലോ ദുബായിക്കാരൻ എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളല്ലേ ഇതെല്ലാം. അതിൽ ഞാൻ വലിയ ഒരു റോള് അഭിനയിച്ചിട്ടുണ്ട്. ധർമ്മജൻ വലിയ വേഷം അത് അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല യൂസഫിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂസഫിയുടെ കൂടെ എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോയാലും അത് 1 മാസമാണെങ്കിലും 2 മാസമാണെങ്കിലും ബോറടിക്കൂല എന്നുള്ളത്. ഒരാൾക്ക് കൂടെയുള്ള ഒരാളും ബോറടിക്കാത്ത വിധത്തില് കഥകള് പറഞ്ഞ് പ്രസന്റ് ചെയ്ത് നമ്മളുടെ സദസ്സുകളെ ചിരിപ്പിക്കുന്നതിൽ ഒരു വലിയ നൈപുണ്യമുള്ള ആളാണ് യൂസഫ്. ഒരു ഭാഗ്യം എന്ന് പറയാം. ലാൽ ജോസ് സാർ, ഇക്ബാൽ കുറ്റിപ്പുറം എന്ന 2 ലെജൻഡിൻ്റെ ഒരു പടമായ മ്യാവു എന്ന സിനിമയിൽ ഒരു 4 പേരിൽ ഒരാളായിട്ട്, അതായത് സൗബിനും മമതയും നായകൻ, പിന്നെ സലിംകുമാറും ഞാനുമാണ് ആ സിനിമയിൽ വലിയ ഒരു വേഷം ചെയ്തിരിക്കുന്നത്. ചന്ദ്രേട്ടൻ എന്നൊരു കഥാപാത്രമാണ്. വലിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് പൊളിഞ്ഞ് നശിച്ച് കടം കയറി ലോൺ അടയ്ക്കാൻ പറ്റാതാകുമ്പോൾ പുള്ളിയെ വിളിച്ചാലും ആ കഥ ഹ്യൂമറായിട്ട് യൂസഫൊക്കെ പറയുള്ളൂ. അത് മാത്രമല്ല യൂസഫൊക്കെ അതേപോലെ ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് പൊട്ടിയിട്ട് അതിന്റെ കഥകൾ കേട്ടാൽ തന്നെ നമുക്ക് ഒരു ദിവസം എന്റെ ലക്ഷ്യങ്ങൾ പോയത് മറ്റുള്ളവർക്ക് തമാശ അതായത് നമുക്ക് ഓരോ ആൾക്കാർക്ക് ഒരു പണി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ നിനക്ക് പറഞ്ഞേക്കണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കോമഡിയാണ്. പക്ഷെ പരിപാടിയൊക്കെ കുറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, എന്തെങ്കിലും നമുക്ക് തുടങ്ങണ്ടേ. അപ്പൊ പിഷാരുടെ മീൻ കച്ചവടം തുടങ്ങി, ധർമ്മജൻ മീൻ കച്ചവടം തുടങ്ങി. അതിനൊക്കെ ഞാൻ ധർമ്മനെ വിളിച്ചു ചോദിച്ചപ്പോൾ ധർമ്മജൻ പറഞ്ഞു 35 ലക്ഷം രൂപ വേണം ചേട്ടാ മീൻ വിൽപ്പന തുടങ്ങാനും. ഞാൻ പറഞ്ഞു ഒരു കൊട്ടയ സൈക്കിൾ ഉണ്ടെങ്കിൽ ഞാൻ വിറ്റ് കിടന്നാലേ, ഒരു 2500 പരിപാടി കിടന്നാലേ. ഞാനൊരു 5-8 ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു ചെറിയൊരു ബേക്കറി തുടങ്ങി പടുതല ജംഗ്ഷനിൽ. സത്യം പറയാനില്ല, ഇതിനെക്കുറിച്ച് ABCD അറിയാതെ ഒരു കട എടുത്തു, കണ്ടു, റോഡ് സൈഡാണ്, ഇഷ്ടംപോലെ ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ മുതൽ പോകുന്നു. അപ്പൊ ഈ പോണ ബൈക്കിന്റെ ഒരു 10% നിർത്തിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അതാണ് എൻ്റെ സംഭവം. അപ്പൊ ബേക്കറി തുടങ്ങി, ഒറ്റ മനുഷ്യൻ കയറിയില്ല. ആദ്യത്തെ ഒരു ഭംഗിക്ക് വേണ്ടി കുറെ കുടുംബക്കാർ വരുമല്ലോ, 1/2 കിലോ അരിവ, മറ്റേ ലഡു, അങ്ങനെ അത് മാത്രം വന്നെ, പിന്നെ വന്നിട്ടില്ല അവർ. കാരണം എന്തുമായതുകൊണ്ട് കയറിയതാ. പിന്നെ ഞാൻ ഈ രാവിലെ തുറന്നിരിക്കും, ബൈക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കും. എൻ്റെ പെടലി ഇടറിയതല്ലാതെ ഒരെണ്ണം നിർത്തില്ല. സ്ട്രൈറ്റ് റോഡായതുകൊണ്ട് ഈ സൈഡ് തിരിഞ്ഞ് നോക്കൂല, കത്തിച്ച് പോകാം. അങ്ങനെ നോക്കിയപ്പോൾ ഈ ബേക്കറി കൂട്ടി. അപ്പൊ ഇനി എന്തായാലും പെട്ടെന്ന് കൂട്ടാൻ എന്തെങ്കിലും കൂടി തുടങ്ങണമല്ലോ. ചീത്തയാവാത്ത സാധനത്തിന്റെ കച്ചവടം തുടങ്ങാൻ തരും. അതെ, ചീഞ്ഞു പോകാത്ത സാധനം. പപ്സ് ആകുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കുറച്ച് തുണിത്തരങ്ങൾ കയറ്റാം. ഞാനൊരു ചെറിയ ടെക്സ്റ്റൈൽസ് ആക്കി. ബേക്കറി എത്രയും 2 ദിവസം കൊണ്ട് ടെക്സ്റ്റൈൽസിലായി. കടക്കാർ വന്നിട്ട് ഇത് ഇന്നലെ ബേക്കറി ആയിരുന്നില്ല, ഞാൻ അതൊക്കെ കൊണ്ടുപോയി അലുവായി അതൊക്കെ ഉറുമ്പെടുത്തിട്ട് പോയി. ബേക്കറിയുടെ ഇങ്ങനെ ഇരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന ചില്ലുകൂടില്ലേ, അതിനകത്ത് ഷർട്ട്, സത്യം ഭരണിയിലൊക്കെ ഷഡ്ഡി. അലുമിനിയത്തിന്റെ ഇത്ര ഉള്ളൊരു ട്രേ ഉണ്ട് ലഡു വെക്കുന്നത്. ഞാൻ നോക്കുമ്പോ അതിനകത്ത് ജീൻസ് വെച്ചിട്ട് ചേട്ടാ ജീൻസ് കാണിച്ചെന്ന് പറഞ്ഞാൽ ട്രേയിലിട്ടിട്ട് ജീൻസ് കാണിച്ചു തരുന്നത്. ലഡു എടുത്തു കൊടുക്കുന്ന സാധനമല്ലേ, ഇങ്ങനെ പിടിച്ച് ഇറക്കി എടുത്തു കൊടുക്കണം, അതിനാണ് ഷഡ്ഡിയൊക്കെ എടുത്തു കൊടുക്കുന്നത്. കറക്റ്റ്. എന്നിട്ട് ഈ അവസ്ഥ തന്നെ, ബൈക്കുകാർ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഞാൻ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഊരെണ്ണം നിർത്തണില്ല. എങ്ങനെ നിർത്താൻ പറ്റും? നമ്മൾ തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ. എങ്ങനെ നിർത്താൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഐഡിയ, ഈ കുറഞ്ഞ ചിലവിലുള്ള ജീൻസ് ഉണ്ട്, അത് കുറച്ച് ഇറക്കിയാലോ. എൻ്റെ സാധാരണ ജീൻസ് പറഞ്ഞാൽ 600 900 രൂപയ്ക്കാണ്. അത് മാഡം മേടിക്കൂല. 200 രൂപക്ക് ജീൻസ്. ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഈ സെക്കൻഡ് ഹാൻഡിൽ വിൽക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് പറ്റി ചേട്ടാ ഒരു 500 ജീൻസ് വേണം. 500 ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എത്രക്ക് വരെ 110 രൂപക്ക് മോന് തരാം എന്ന് പറഞ്ഞ് 110 രൂപക്ക് ഞാൻ എറണാകുളത്ത് ഒന്ന് കാറ് ഒന്ന് കുറേ ജീൻസ് എടുത്തോണ്ട് പോയിട്ട് കടയിൽ കൊണ്ട് വെച്ചിട്ട് 200 രൂപയുടെ ഒരു പോസ്റ്റർ അടിച്ച് ജീൻസുകൾ 200 ഒട്ടിച്ചു വെച്ച്. അതായത് ബൈക്കുകാരും വരുമ്പോൾ കാണണം, 6 ഒട്ടി വെച്ചേക്കുവാ. രാവിലെ പോയപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. 3:30 മണിയായപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റിനടുത്താണല്ലോ ബോട്ട്. ഒരാൾ കണ്ട് ജീൻസ് വമ്പിച്ച വില കുറവ് 200 ഒന്ന് ചവിട്ടി. ഒരാൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ കടയെ കണ്ടിട്ട് നിർത്തിയിട്ട് എന്നിട്ട് പറയും ഇതെപ്പോൾ തുടങ്ങിയിട്ടാ ഈ കടയിൽ? ഞാൻ പറഞ്ഞ 6 മാസമായി. അയ്യോ ഞാൻ കണ്ടില്ലല്ലോ, നിങ്ങൾ തിരിഞ്ഞു നോക്കണം, നല്ല കാണുള്ളൂ. അയാൾ വാങ്ങിക്കുന്നു, 200 രൂപക്ക് വാങ്ങിക്കുന്നു. ഇയാൾ നിർത്തണ കണ്ടപ്പോൾ വേറൊരാളൊന്ന് നിർത്തി, അയാൾ മേടിക്കുന്നു. ഒരു 1/2 മണിക്കൂർ കൊണ്ട് എൻ്റെ കടയുടെ മുമ്പിൽ 10-45 ബൈക്ക്. അതുവരെ ഒരു ഈച്ചക്കാളി പോലില്ലാത്ത കടയിൽ ആളും കൂടി ബഹളം. ഞാൻ ഭയങ്കര കച്ചവടം. ഒരാഴ്ച ഭയങ്കര കച്ചവടം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കംപ്ലൈൻറ്റിൻ്റെ പ്രവാഹം തുടങ്ങി. ഞാൻ കടയിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മേടിച്ച ആൾ വന്നിട്ട് ചതിയാണ് കേട്ടാ ചെയ്തത്. ഞാൻ പറഞ്ഞു എന്ത് കേട്ടാ? മഴ പെയ്ത് വെള്ളം നനഞ്ഞപ്പോഴേ പുള്ളി
കല്യാണ വീട്ടിൽ ചെന്ന് ഷർട്ട് ഇൻ ചെയ്തൊന്ന് ഊരിയിട്ടതാ. ഈ ഇൻ ചെയ്ത ഭാഗത്ത് ഈ ഉള്ളിൽ പോയി മാത്രം നീല ഷർട്ട്, ഇവിടെ വെള്ളയും ഇവിടെ മൊത്തം നീല. കാരണം ജീൻസിന്റെ കളർ ഇളകി പുള്ളി കല്യാണ വീട്ടിൽ കോമാളിയായി. വേറൊരാൾ വന്നേക്കണ്, ഒരു ബംഗാളി, ഒരു ജീൻസും മേടിച്ചോണ്ട് പോയിട്ട് 2 എണ്ണമായിട്ട് കൊണ്ടുവന്നേക്കണം. ഒരെണ്ണം മേടിച്ചോണ്ട് 2 എണ്ണം കൊണ്ടുവന്നേക്കണ്. അത് 2 പീസ്, ഇത് പീസായി പോയെന്ന്. ഒരു കാലമായിട്ട് വന്നേക്കണേ. നമ്മൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ പുള്ളി ചേട്ടാ ഞാൻ ജീൻസ് മലയാളത്തൊക്കെ ഇട്ട് ബൈക്കില് ഇങ്ങനെ കേറി, അപ്പോ 2ആയി പോയി. ഒറ്റ നൂലിലടിക്കണ ജീൻസാണേ, ഒറ്റ നൂലിലടിക്കണ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കയറിയ വലിയ രക്ഷയുണ്ട. ഞാൻ പറഞ്ഞു നോ, ബൈക്കിൽ കയറ്റം, ഉള്ളി സ്ലോ ആക്കി. യൂസഫക്ക, നമ്മള് ഈ ധർമ്മജന്റെ വീടിനടുത്ത് ഒരിക്കൽ രാത്രി ഒരു മരിച്ചു വീട്ടിൽ പോയത് ഓർക്കുന്നുണ്ടോ? ഓർമ്മിക്കല്ലേ, സത്യത്തിൽ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ചിരിച്ചു പോയി. ഏതൊരു അപ്പാപ്പനാണ്, ഇവന്റെ ബന്ധമൊന്നുമല്ല, ഒരു പരിചയക്കാരൻ ഒരു അപ്പാപ്പൻ മരിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ അപ്പാപ്പൻ ഒരു പരിചയക്കാരൻ ഒരു അപ്പാപ്പൻ ഇവിടെ ഫ്ലാറ്റിൽ മരിച്ചിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ മോശം കൊടുക്കാൻ. ഇപ്പൊ വന്നിട്ട് ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പൊ അവിടെ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷാർട്ട് ആരുണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിയായി ചെന്നപ്പം ഒരു ഫ്ലാറ്റിലൊരു ഒരു ഹാളിൽ ബോഡി കിടത്തേക്കുവാ. ഒരു ബോഡിയല്ല, 12 ബോഡി. ഒരു കറക്റ്റ് ബോഡിയും ബാക്കിയൊക്കെ അവിടുത്തെ ആ വീട്ടിലെ ആളുകളും കിടക്കണതാണ് ഒരുമിച്ച്. ബോഡിയുടെ ഇത് ഏതാണ് ബോഡി എന്നുള്ളത് കൺഫ്യൂഷൻ ആയി പോയി. കാരണം എന്തറിയോ, എല്ലാവരും ചിലയൊക്കെ വെള്ളത്തുണി വിട്ട് പോയിച്ചിട്ടുണ്ട്, ചിലയൊക്കെ കാവ്യത്തുണി ഇട്ടുണ്ട്. ഇത് ആരാണ് പിന്നെ ഒരാളിങ്ങനെ നേരെ കിടക്കണ പുള്ളിയാണ് മരിച്ചതെന്ന് മനസ്സിലായി. എങ്കിലും തൊട്ടടുത്ത് കിടക്കണ ചേട്ടാ വിളിച്ചിട്ട് ചേട്ടാ ഞങ്ങൾ ബോഡി കാണാൻ വേണ്ടി വന്ന. അപ്പൊ പുള്ളി ഞാനല്ല എത്തത്, ഏഴായത് അത് അയാൾ അവിടെ കിടക്കണം, ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുന്നതാണ്. എന്റെ ബന്ധുക്കളല്ലേ 12 പേര് നിരന്ന് കിടക്കുക. അതിലേതോ ഒരെണ്ണം ബോഡിയാ, നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ബോഡി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് പദപ്രശ്നം കൊടുക്കേണ്ട പോലെ ഇത് ഏതാടാ ബോഡി? കാരണം ഈ സമയമല്ല 2 മണിക്ക് യൂസഫൊക്കെ തട്ടി വിളിച്ചപ്പോ എണീറ്റ ആള് അതിന്റെ അപ്പുറത്ത് കിടക്കണ ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുവാന്ന്. അതായത് പുള്ളി വർത്താനം പറയുന്ന സ്ഥിതിക്ക് മരിച്ചു കിടക്കുവാന്ന് നമ്മൾ വിചാരിക്കൂലല്ലോ. പുള്ളി പറയാ ഞാൻ മരിച്ചു കിടക്കുവല്ല, ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുവാ.